ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈകുന്നേരം നമ്മൾ സ്പാർക്കിയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയതാണേ. ഇവിടെ നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പം നമ്മുടെ കയ്യിൽ ഈ പൂ ബാഗ്സും കാണണം. അതായത് നമ്മുടെ സ്പാർക്കി അല്ല ആരായാലും ഏത് ഡോഗ്സ് ആയാലും ക്യാറ്റ്സ് ആയാലും അവരെന്തെങ്കിലും കാര്യം സാധിച്ചാൽ അത് നമുക്ക് അവിടെ ഇട്ടിട്ട് പോരാൻ പറ്റത്തില്ല. നമ്മൾ ആ ബാഗ് കൊണ്ട് തന്നെ അതെടുത്തിട്ട് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ബിന്നിനകത്ത് ഇടണം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അവൻ്റെ ലീഷിനകത്ത് നമ്മൾ ആ പൂ ബാഗ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മൾ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങുമ്പം ഈ പൂ ബാഗ്സ് അവരുടെ കൈ കാണും. അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും വെച്ച് കാര്യം സാധിച്ചാൽ അപ്പോൾ അത് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. അത് നമ്മുടെ പോളിത്തീൻ കവറുണ്ട്, അത് പൂ ബാഗ്സ് അതാണ് കേട്ടോ, പോളിത്തീൻ കവറിനകത്ത്. അപ്പം ഞങ്ങളിങ്ങനെ രാത്രിയിൽ വെറുതെ സ്പാർക്കിയും കൊണ്ട് നടക്കാറാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്പാർക്കി വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഗുബു പറയുന്നത് ഞാൻ സ്പാർക്കിയല്ല, സ്പാർക്കി എന്നെയാണ് നടത്താൻ കൊണ്ടുപോകുന്നതാണ് അവൻ്റെ ഭാവം. കാരണം അതുപോലെ അവൻ മുമ്പേ കുറച്ച് ഓടും കേട്ടോ, കൂടെ ഇങ്ങനെ നടക്കത്തില്ല. പക്ഷേ ഇവിടുത്തെ മിക്ക ഡോഗ്സിനെ ഞാൻ കണ്ട് ഭയങ്കര ഒബീഡിയൻ്റ് ആണ്. അവർ ഇങ്ങനെ കൂടെ തന്നെ നടന്നു പോകും കേട്ടോ. സ്പാർക്കി ആ കാര്യത്തിൽ ഒരു ഇച്ചിരി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു, വെളിയിൽ സ്പാർക്കി അത്ര ഒബീഡിയൻ്റ് അല്ല, വീട്ടിൽ ഭയങ്കര ഒബീഡിയൻ്റ് ആണ്. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ ലേക്ക് സൈഡിൽ പോയപ്പം അവിടെ ഒരു മേലാത്ത ഡോഗിനെ അവർ പ്രാമില്ലേ, നമ്മുടെ കുട്ടികളെ കൊണ്ട് നടക്കുന്ന പ്രാമിനകത്തിരുത്തി സൺസെറ്റ് കാണിക്കുന്നിടത്ത് കൊണ്ടുവന്ന് സൺസെറ്റ് കാണാനായിട്ട് ഇരിക്കുക. അവരും ഇരിക്കുകയാണ്, ആ ഡോഗ് ആ പ്രാമിനകത്ത്. കാരണം അതിന് നടക്കാൻ വയ്യ, ഒരു ഏജ് കഴിയുമ്പോൾ നടക്കാൻ വയ്യാതാവുമല്ലോ ഇവർക്ക്. അപ്പോൾ അതെങ്ങനെ എന്നിട്ടും അവരെ കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി പ്രാമിനകത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് പെറ്റ്സിനെ ഏറ്റവും നന്നായിട്ട് ഇവിടുത്തുകാരാന്ന് തോന്നുന്നതിലെ നോക്കുന്നത്. കാരണം അവരുടെ ലോൺലിനെസ് ഒത്തിരി ആൾക്കാർ ഈ പ്രായമായ ആൾക്കാരുടെ കൂടെ ഒക്കെ പട്ടികൾ കാണുമെന്ന് പറഞ്ഞു. അവരുടെ ലോൺലിനെസ് അവരുടെ കമ്പനി ആയിട്ട് അവരാണ് കൂടെ നിൽക്കുന്നത്. അതുപോലെ അവരെ കെയർ ചെയ്യുകയും ചെയ്യും കേട്ടോ. ആ ഒരു 90 പ്ലസ് ഏജ് ഉള്ള ഒരു ആളാണ്, ഒരു അമ്മച്ചിയാണ്. അവരത് ആ പ്രാമിനകത്ത് വെച്ച് ആ പട്ടിയും കൊണ്ട് നടത്തി സൺസെറ്റ് കാണാനായിട്ട് അവിടെ കൊണ്ടുവന്നിരിക്കുക. എന്നിട്ട് അവരവിടെ ഒരു ബെഞ്ചിലിരിക്കുന്നുണ്ട്, പട്ടി അവിടെ വെച്ചിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ എത്രയോ പേര് ആ പട്ടികളെയൊക്കെ വയസ്സാകുമ്പോൾ കൊണ്ട് വഴിയിലൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, മേലാതാകുമ്പോൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ നമ്മളുടെ കൂടെ അവരുടെ ഒരു ഫുൾ ലൈഫ് തരുന്ന ആൾക്കാരല്ലേ ഈ ഡോഗ്സ് എന്ന് പറയുന്നത്. ലിയോ വരുന്നതിന് മുമ്പ് ഇത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും എനിക്ക് ഡോഗ്സിനോടില്ലായിരുന്നു കേട്ടോ. ലിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ശരിക്കും ആ 12 വർഷമാണല്ലോ അവരുടെ മാക്സിമം ഏജ് എന്ന് പറയുന്നത്. 9 to 12 ഇയേഴ്സിൽ അവർ മേലാതാവും. പിന്നെ അങ്ങനെ അപ്പോൾ അവരുടെ ലൈഫ് മുഴുവൻ അവർ നമുക്ക് വേണ്ടി തരുമ്പോൾ നമ്മളവരെ എത്ര സ്നേഹിച്ചാലും മതിയാകത്തില്ല കേട്ടോ. അസുഖങ്ങളൊക്കെ വന്നാലും നമ്മുടെ കുട്ടികളെ നോക്കുന്ന പോലെ നോക്കണം എന്നുള്ളതാണ്. എനിക്ക് ഇപ്പം ലിയോ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡോഗ്സിനെ. സ്പാർക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അവൻ ഇച്ചിരിയും കൂടെ ലവിങ്ങാണ്. ഈ ഗോൾഡൻ റിട്രീവേഴ്സ്, നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ്സ് ഇച്ചിരിയും കൂടെ അവരങ്ങനെ അങ്ങനെ കഡ്ലിങ് ടൈപ്പല്ല. ഇവർ ഭയങ്കര കഡ്ലിങ് ടൈപ്പാണ്, ഭയങ്കര അറ്റാച്ച്ഡ് ഡോഗ്സാണ് കേട്ടോ. ഇപ്പം നമ്മളെല്ലാവരും ഇറങ്ങുമ്പോൾ അവൻ വീടിൻ്റെ വാതിക്ക വന്നെന്ന് ബൈ പറയുന്ന പോലെ വന്നിട്ട് നമ്മൾ ആ ഗാരാജ് തന്നെ ലോക്കാവുമല്ലോ, അപ്പോൾ അവൻ അങ്ങ് അകത്തോട്ട് പോകും കേട്ടോ. ഒരു പ്രാവശ്യം പോലും ചാടി ഇറങ്ങി വെളിയിൽ വരത്തില്ല. എത്ര നമ്മൾ വിളിച്ചാൽ മാത്രമാണ് അവൻ വെളിയിൽ വരുന്നത്. നമ്മളിങ്ങനെ നടത്താൻ കൊണ്ടുപോകുമ്പോൾ അവനിങ്ങനെ മുമ്പേ ഇത്ര കുറച്ച് ഡിസ്റ്റൻസിൽ അവനിങ്ങനെ പോകും കേട്ടോ. പിന്നെ നടത്താൻ കൊണ്ടുപോകുന്ന സ്ഥലമൊക്കെ എന്ത് രസമാണല്ലേ, ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങളന്ന് പിറ്റേ ദിവസം ജിമ്മിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും വീട്ടിൽ നമ്മുടെ ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവരിങ്ങനെ ഒരു വണ്ടിക്കകത്ത് ഇങ്ങനെ 4 പേരാണ് കേട്ടോ വരുന്നത്. ഇവർ സ്പാനിഷ് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവർ വന്നിട്ട് നമ്മളൊന്നും അറിയണ്ട, നമ്മൾ സാധനം ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി. നമ്മളില്ലെങ്കിൽ ഇവർക്ക് ഒരു സെക്യൂരിറ്റി കോഡ് അറിയാം, അവരത് വെച്ച് തുറന്നിട്ട് നമ്മളില്ലായിരുന്നു ഇവർ വന്നപ്പം. അവർ പകുതി പണിയും കഴിഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് അവരുടെ ബാക്കി പണിയും കഴിഞ്ഞ് അവരപ്പം തന്നെ എല്ലാ ക്ലീനിങ്ങിനുള്ള എല്ലാ മെഷീൻസും അവരുടെ മീൻസ് ക്ലീനിങ് സൊല്യൂഷൻസും വൈപ്പേഴ്സും എല്ലാം അവർ കൊണ്ടാണ് വരുന്നത്. ഒരാൾ ബാത്റൂമിൽ ചെയ്യും, ഒരാൾ നമ്മുടെ ഫുൾ. അത് കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിലൊക്കെ ചെല്ലുമ്പോൾ ഇവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാത്റൂമിലൊക്കെ ചെന്ന് കഴിയുമ്പം നമ്മളിങ്ങനെ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിനകത്തൊക്കെ കയറി ചെല്ലുമ്പോൾ ബാത്റൂമിനകത്തൊക്കെ ടവൽസൊക്കെ മടക്കി വെച്ചിട്ടില്ല, അതുപോലെ സ്പിക്ക് ആൻഡ് സ്പാനായിട്ട് നമ്മുടെ ബെഡ്റൂംസിനകത്ത് അകത്ത് ഈ വാർഡ്രോബ്സ് തുറന്നൊന്നും ചെയ്യത്തില്ല. അത് വേണമെങ്കിൽ എക്സ്ട്രാ ക്ലീനിങ്ങിന് വിളിക്കണം. ഇത് നോർമൽ റെഗുലർ ക്ലീനിങ് കേട്ടോ. എന്നിട്ട് അവരവരുടെ സാധനങ്ങളെല്ലാം ഇതുള്ള മടക്കി വെച്ച് വണ്ടിയിൽ കയറി അങ്ങ് പോകും കേട്ടോ. അത് അവരുടെ ഒരു നല്ല സൊല്യൂഷൻ്റെ ഒരു നല്ല പ്ലസൻറ്റ് സ്മെല്ലും ഉണ്ട്. എല്ലാം നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകും. വിൻഡോസ് ആണെങ്കിലും വിൻഡോ ഷെയ്ഡ്സ്, കേർട്ടൻസ് അവരെനിക്ക് വന്ന് കുറേ ഒരു 2-3 മണിക്കൂർ എടുക്കും 4 പേരും കൂടെ വാക്യൂം ചെയ്ത് എല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ട് പോകും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ അവർക്ക് ചെക്ക് അവിടെ എഴുതി, ഇപ്പം നമ്മളവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ചെക്ക് അവിടെ എഴുതി ടേബിളിൽ വെച്ചിരിക്കും. അവർ വന്ന് തുറന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് എല്ലാം അടച്ച് ചെക്കും എടുത്തുകൊണ്ട് പോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാനുള്ള കാരണം ഇവിടെ ഞാനുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവർ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം കുറച്ച് ലേറ്റൊക്കെ ആകും, 11 മണിക്കൊക്കെ ആരും ഇല്ലെങ്കിലും
ഒരു പ്രൊഫഷണൽസ് ആയതുകൊണ്ട് അങ്ങനെ ഒന്നും പേടിക്കാനൊന്നുമില്ല. തന്നെ തുറന്നു അവർ തന്നെ ഇതൊക്കെ ചെയ്തു. വണ്ടി എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ ഒരു സാധനം പോലും അവരെടുക്കത്തില്ല, എല്ലാവരും കൊണ്ടുവരുവാണേ. വാക്യൂം ക്ലീനർ ആണെങ്കിലും ഡിറ്റർജൻസ് ആണെങ്കിലും വൈപ്പർ ആണെങ്കിലും അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് അവർ ക്ലീൻ ചെയ്തിട്ട് പോകും കേട്ടോ. അങ്ങനെയാണ് അവർ. ഇപ്പോൾ അതായത് നമുക്ക് ഏതിനും ഫ്രിഡ്ജൊക്കെ തുറന്ന് ഇൻറ്റേർണലായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ $400 കൊടുക്കണം. അല്ലാതെ നമ്മളിങ്ങനെ ഇവരിങ്ങനെ ആഴ്ചയിൽ ഒന്നെങ്കിൽ ട്വൈസ് അല്ലെങ്കിൽ വൺസ് ഒക്കെ ചെയ്യുന്നതിന് 150 ആണോ 170 ആണോ അത്രയും ഡോളേഴ്സാണോ കൊടുക്കുന്നത്. അങ്ങനെ അവർ ചെയ്തിട്ടു. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ മോളെ സ്കൂളിൽ വിട്ടിട്ട് വരുമ്പം ഇനി ഇവിടെ 3 ദിവസത്തേക്ക് ഗരാജ് സെയിലാണ് കേട്ടോ. ഗരാജ് സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കളയാൻ വേണ്ടിയുള്ള, നമ്മൾ നല്ല കണ്ടീഷനിലുള്ള സാധനങ്ങൾ നമ്മുടെ ഗരാജ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാർ പാർക്കിംഗ്, അത് നമ്മൾ അവിടെ വെച്ചിട്ട് എല്ലാം സെയിൽ ചെയ്യുക. ഏത് സാധനങ്ങളാണേലും അതിനകത്ത് നമുക്ക് ഡ്രസ്സ് സെയിൽ ചെയ്യാം, നമ്മുടെ പഴയ നല്ല നല്ല പാത്രങ്ങൾ, നമ്മൾ പുതിയത് വരുമ്പോൾ പഴയത് കുറച്ചിരുന്നത് കൊടുക്കുമല്ലോ. ഇവിടെ അങ്ങനെ മീൻസ് ഒത്തിരി അവർ യൂസ് ചെയ്തിട്ട് കളയുന്നെന്ന് പറഞ്ഞാൽ നല്ല കണ്ടീഷനുള്ളത്. അത് അവർക്ക് ഇഷ്ടമുള്ള അവരൊരു $1 $2. ഇപ്പോൾ ഞങ്ങളുടെ നെയ്ബറുണ്ട്, ഒരു വീട് വിട്ടിട്ട് വേറെ അവരുടെ അവിടെ ഗരാജ് സെയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കി 6 പ്ലേറ്റ്സിൻ്റെ സെറ്റ്, നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റ്സ്, അതിനവർ $2 ഇട്ടേക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മോൾ അവിടെ പോയിട്ട് മീര ജസ്റ്റ് ഇങ്ങനെ നോക്കാനായിട്ട് പോയപ്പോൾ മോൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടൊരു ചെസ്റ്റ് ഓഫ് ഡ്രോവേഴ്സ്, അതിങ്ങനെ അവർ $20 നല്ല കണ്ടീഷനുള്ളൊരു ജാപ്പനീസ്, അവർ ജാപ്പനീസാണ്, അവിടുന്ന് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു ഡ്രോയർ. അത് പിന്നെ അവൾ വഴക്ക് പിടിച്ചിട്ട് മീര വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ കുറേ ഈ ദിവസങ്ങൾ ഇയർലി വൺസ് ഇത് നടക്കും. ഇത് ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആയിരുന്നു. അപ്പോൾ മിക്ക നമ്മളിങ്ങനെ പോകുന്ന പല ലൈനിലും ഇങ്ങനെ കുറേ വീടുകളിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമുക്ക് യൂസ് അല്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ട് ഡിസ്കാർഡ് ചെയ്യേണ്ട. അപ്പോൾ ഇങ്ങനെ സെയിലിൽ വെച്ചിട്ട് നല്ല നല്ല ക്ലോത്ത്സൊക്കെ നമുക്കിങ്ങനെ കൊടുക്കാം. ക്ലോത്ത്സും എന്ത് സാധനങ്ങളായാലും. നമ്മളിതിപ്പോൾ ഈ ഒരു ചെടി നമ്മളെന്നും ട്രാക്ക് ചെയ്യുന്നുണ്ട്. എന്നും പോകുമ്പോൾ അതിനകത്ത് പൂക്കൾ കൂട്ടിക്കൂടി വരും. അപ്പം ഇന്ന് ഫ്രൈഡേ ആയത് കാരണം ഫ്രൈഡേ ആണ് ഇവിടെ വേസ്റ്റ് എടുക്കാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരാഴ്ച വെക്കുന്ന വേസ്റ്റ് വഴിയിലോട്ട് ഇതുപോലത്തെ റെഡ് ഡബ്ബയില്ല, അത് വഴിയിലോട്ട് നീട്ടി വെക്കുക. അതിനകത്ത് 2 എണ്ണം ഉണ്ട്, ഒന്ന് റീസൈക്കിൾ ചെയ്യാനുള്ളതും ഒന്ന് ഫുഡ് വേസ്റ്റും. ബ്ലാക്ക് അടപ്പുള്ളത് ഫുഡ് വേസ്റ്റും ബ്ലൂ അടപ്പുള്ളത് റീസൈക്കിളിനും വെച്ചിരിക്കുകയാണ്. അത് അവർ രാവിലെ വന്നിട്ട് 2 വാനിലാണ് വരുന്നത്. ഒരു വാനിൽ റീസൈക്കിളും ഒരു സൈഡിൽ ഫുഡ് വേസ്റ്റും എടുത്തുകൊണ്ട് പോകും. അത് മെഷീനായിട്ട് തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് ഈ ഡബ്ബ അവിടെ കൊണ്ടുവയ്ക്കും. പിന്നെ ഇത് നമ്മൾ വൈകുന്നേരം ആകുമ്പം നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മളതെടുത്ത് പിന്നെയും പുറകിൽ വയ്ക്കുക. പിന്നെയും വൺസിൻ്റെ വീക്ക് ഇത് ക്ലിയർ ചെയ്യും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു വീട്. ഞാൻ പറഞ്ഞില്ലേ ഒരു പിങ്ക് കളറിലേക്കുന്ന ഇവിടുന്ന് പോയപ്പോൾ അത് നോക്കി വെച്ചിട്ട് പോയതാണ്. പിറ്റേ ദിവസം രാവിലെ വന്നത് വാങ്ങിച്ചു കേട്ടോ. സോറി, ആ വീഡിയോ ആണ് ഞാൻ ഇന്നലെ ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഈ ഡൈനിങ് ടേബിളൊക്കെ സെയിലിനുള്ളതാണ്. അപ്പോൾ ക്ലോത്ത്സ്, പ്ലേറ്റ്സ്, ചെയേഴ്സ് ഇതൊക്കെ സെയിലിന് വെച്ചിരിക്കുകയാണ്. നമുക്ക് നന്നായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാം. വൈകുന്നേരം ഞങ്ങളിന്ന് കോസ്കോയിലോട്ട് പോയി കേട്ടോ. എനിക്കൊന്ന് ഇവിടെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മോളിൽ പോയി ഷോപ്പിംഗ് ചെയ്യുക, ഡൈനിങ് ഔട്ട് ചെയ്യുക, കുറച്ച് ഡ്രൈവ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നല്ല വെതറാണെങ്കിൽ വീട്ടിൽ ഗാർഡനിങ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ വലിയ നാരങ്ങ, ഇത് സീഡ്ലെസ് നാരങ്ങയാണ് കേട്ടോ. ഭയങ്കര വലുപ്പമാണ്, നമ്മുടെ ഓറഞ്ചിൻ്റെ അത്രയുണ്ട്. അങ്ങനെ കോസ്കോയിൽ കൂടെ നടന്നു. കോസ്കോയിൽ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാൾമാർട്ടിലാണല്ലോ പോയത്. ഇന്നലെ നമ്മൾ പോയത് മീൻസ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട വീട് ഹാർവസ്റ്റ് മാർക്കറ്റ്. ഇങ്ങനെ ചുറ്റും മാർക്കറ്റ്സ് ആയതുകൊണ്ട് എന്നോ ഓരോ മാർക്കറ്റ് വഴി ഇങ്ങനെ നടക്കുക. ഇതാണ് കേട്ടോ മെയിൻ പരിപാടി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞാൻ ആ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ കയറുന്നത് കേട്ടോ. ബ്ലൂബെറി, റസ്ബെറി, ബ്ലാക്ക്ബെറി. എന്തൊരു ഫ്രഷ്! ഇത് റസ്ബെറിയാണ് കേട്ടോ. റസ്ബെറി നമുക്കങ്ങനെ അങ്ങോട്ട് കാണാൻ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ഞാൻ എടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ഷോപ്പിംഗ് ചെയ്യാനും ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ കാണാനും. ഫ്രൂട്ട്സ് അല്ല, സൂപ്പർ മാർക്കറ്റ്സ്. ഞാൻ പറഞ്ഞില്ല ഓരോ സ്ഥലത്ത് നിങ്ങൾ ദുബൈയിൽ പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കിക്കോ, അല്ലെങ്കിൽ ജപ്പാനിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ എവിടെ പോയാലും സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പല ഏരിയയിൽ പല പുതിയ സാധനങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്കിത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പലതും ഇത് കട്ട് ഫ്രൂട്ട്സ് പിന്നെ എല്ലായിടത്തും വാൾമാർട്ടിലും ഉണ്ടായിരുന്നു, കോസ്കോയിലും ഉണ്ട്. അതുപോലെ സാലഡ് ബാർ, ഇതെല്ലാം നമ്മൾ എല്ലാം അടുത്തുണ്ട്. ചില സംഗതികൾ കോമൺ അല്ലാത്തതും കാണും കേട്ടോ. ഈ സ്ട്രോബെറിയുടെ ഒക്കെ വലിപ്പം കണ്ടോ, എന്തൊരു വലിപ്പമാണെന്ന് നോക്കി, നല്ല സ്ട്രോബെറി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു കോസ്കോയിലെ സാധനങ്ങൾ വാൾമാർട്ടിലേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷേങ്കിൽ നമ്മൾ ഒരു ബണ്ടിലായിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ മീര കേക്ക് എടുത്തുകൊണ്ട് വരികയാണ്. നാളെ ഓറഞ്ച് തിയറി പോയി ജിമ്മിൽ ഫിറ്റ്നസ്സൊക്കെ ചെയ്യുകയും ചെയ്യും, ഒരു വശത്തൂടെ കേക്കും കഴിക്കും കേട്ടോ. അത് ഇവിടുത്തെ ഫേമസ് എന്തോ കേക്കാണ്, ടക്സിഡോ അല്ല എന്തോ പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി.
അങ്ങനെ കേക്ക്. പിന്നെ നമ്മുടെ ഫിഷ് സെക്ഷൻ, ഞങ്ങൾ ഷ്രിമ്പും പിന്നെ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. നമുക്ക് സൺഡേ ഗ്രില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. സമയം പോകുമ്പോൾ നമ്മളിങ്ങനെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇതാണല്ലോ, ഷോപ്പിംഗ് ചെയ്യുക, അതാണ് ഇവിടുത്തെ മെയിൻ വിനോദം. ഇത് നമ്മുടെ സുഷിയാണ് കേട്ടോ. ഇത് ഹാഫ് കുക്ക്ഡ് സുഷിയാണ്, തീരെ കുക്ക് ചെയ്യാത്ത റാപ്പ് ചെയ്തിട്ടുള്ള സുഷിയുണ്ട്. നമ്മൾ കുറച്ച് കുക്ക്ഡ് ആയിട്ടുള്ള സുഷിയാണ് ഇവിടെ എടുത്തത്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു സുഷി. അങ്ങനെ വന്നു. പിന്നെ ബാക്കി വലിയ 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 സാധനങ്ങൾ, നമ്മൾ സോസ് എന്ത് സാധനം എടുത്താലും ബൾക്കിലാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. യോഗേർട്ട്, യോഗേർട്ടിൻ്റെയൊക്കെ പല ഫ്ലേവറിലുണ്ട്. ഗ്രീൻ യോഗേർട്ടല്ല ഞാൻ പറയുന്നത്, മറ്റേ യോഗേർട്ടിൻ്റെയൊക്കെ പല ഫ്ലേവറിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ട് കുറേ സാധനങ്ങൾ വാരിയെടുത്ത്, അങ്ങനെയാണല്ലോ നമ്മൾ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അതാണല്ലോ നമ്മൾ കാണുന്നത്, സാധനങ്ങൾ വാങ്ങിച്ച് എടുത്തു കേട്ടോ. പിന്നെ അപ്പോൾ വൈകുന്നേരം നമുക്ക് പുറത്ത് പോയി കഴിക്കണോ അതോ ഇത് ഗ്രില്ല് ചെയ്യണോ എന്നൊക്കെ വെച്ചാൽ ഏതെങ്കിലും എടുത്തിട്ട് നമ്മൾ പോവുകയാണെ. അപ്പോഴാണ് നമ്മുടെ ഫേവറേറ്റ് സെക്ഷനായ പൂക്കൾ സെക്ഷൻ. ഇതെല്ലാം ഫ്രഷ് ഫ്ലവറാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതെല്ലാം ഫ്രഷ് ഫ്ലവേഴ്സാണ് കേട്ടോ. ബൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ ആരുടെയെങ്കിലും വീട്ടിൽ പോകാനോ ഒക്കെ ഉള്ളപ്പം ഇത് നമ്മൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഒരു കൾച്ചർ. എപ്പോൾ ആരുടെ വീട്ടിൽ നമ്മളെ വിളിക്കാതെ ആരും ആരുടെയും വീട്ടിൽ പോകത്തില്ല. വിളിച്ചിട്ട് ചെല്ലുമ്പോൾ നമ്മളൊരു ബൊക്കെ ആയിട്ട് ചെല്ലുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഓരോ സെക്ഷനിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് വേണ്ട ഇപ്പം ഞാൻ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചു. സീവീഡിൻ്റെ ഡ്രൈഡ് സീവീഡ്സ് എന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം അടുത്ത വീഡിയോയിൽ. ഇപ്പം ഞാനത് പൊട്ടിച്ചില്ല, പക്ഷേ അത് ഭയങ്കര രസമാണെന്ന് പറഞ്ഞാൽ കഴിക്കാൻ. വെറുതെ പ്രോട്ടീൻ്റെ നല്ല സോഴ്സാണ്. നമ്മുടെ ഉണക്കമീനില്ലേ, ഉണക്കമീനൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. തിൻ സ്ലൈസസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് ഞാൻ കാണിക്കാവേ. പക്ഷെ ഞാൻ പറയായിരുന്നത് ഇങ്ങനെ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് മാത്രം ഞാൻ ട്രൈ ചെയ്തതാണ്. ഒരിക്കലും ഞാൻ ട്രൈ ചെയ്യണമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുള്ള സാധനമല്ല കേട്ടോ സീവീഡ്. അങ്ങനെ കുറേ ചില സാധനങ്ങൾ നമ്മൾ വിചാരിക്കാതെ ട്രൈ ചെയ്യാതിരിക്കുമല്ലോ, പക്ഷേ നമ്മൾ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ഞാൻ സീവീഡ് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കുറേ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ കാണിക്കാം. പിന്നെ അപ്പം നമ്മുടെ എന്താ പറയുന്നത്, പിന്നെന്തൊക്കെയായിരുന്നു വേണ്ടത്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ കോസ്കോ ഒന്ന് കാണാമെന്ന് വെച്ച് ഇറങ്ങിയതാണ് കേട്ടോ. കാനഡയും US അവരൊക്കെ അവിടെയൊക്കെ കാണുമല്ലോ കോസ്കോ, നമ്മുടെ അങ്ങോട്ടില്ല കോസ്കോ. അങ്ങനെ ഏത് സാധനമാണെങ്കിലും കുറേ ബൾക്കായിട്ട് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഞങ്ങളിപ്പോൾ 8 മണി ആയാലും ഇപ്പം നേരം വൈകുന്നേരം ആയ പോലെ കേട്ടോ ഇരിക്കുന്നത്. 8:30 കഴിയണം ഇപ്പോൾ സൺസെറ്റൊക്കെ ആവണമെങ്കിൽ, രാവിലെ നേരം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പം 9 മണി ആയാലും 5 മണിയുടെ ഒരു രീതിയാണെന്ന് തോന്നും കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും നമ്മളിപ്പം വെളിയിലോട്ട് ഇന്നലെ 8 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നുന്നത് 5 മണിയായി എന്നാണ്. സമയം നോക്കുമ്പോഴാണ് 8:15 എന്നൊക്കെ അടയ്ക്കുന്നത്. പക്ഷേ ഇതൊക്കെ എല്ലാം ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ അടയ്ക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സെൽഫ് ചെക്കൗട്ടാണ് കേട്ടോ. എല്ലായിടത്തും സെൽഫ് ചെക്കൗട്ടാണല്ലോ. ഇവിടെ പോളിത്തീൻ ബാഗല്ല, ഇവിടെ നമ്മുടെ പ്ലാസ്റ്റിക് പേപ്പർ ബാഗ്സ് ആണ് കേട്ടോ. അല്ല, പേപ്പർ ബാഗ്സും ഇല്ല ഇവിടെ, ബാഗ്സ് ഇല്ല. ഇപ്രാവശ്യം ബാഗ് നമ്മൾ ട്രോളിയും കൊണ്ട് അകത്ത് പോയി അവിടെ നിറയ്ക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകുക, സാധനം ഷോപ്പിംഗ് ചെയ്യുക, കഴിക്കുക, പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇറങ്ങുക. ഇതാണ് ഇവിടുത്തെ ലൈഫ്. ഇപ്പോൾ ഒരു മാസം നമ്മുടെ എല്ലായിടത്തും ഇത് തന്നെയാണ് ലൈഫ്. എന്നാലും കുറച്ചും കൂടെ ഇവിടെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഷോപ്പിംഗ് എന്നും നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കാൻ പോകും, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ പോവും. എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചിട്ട് വാൾമാർട്ടിൽ പോവുക, അല്ലെങ്കിൽ കോസ്കോയിൽ പോവുക. അങ്ങനെയാണ്. അവിടെ തന്നെ നല്ല പിസ്സയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അവരുടെ മീൻസ് ഡൈനിങ് ഏരിയയിൽ നമ്മളത് പിസ്സ കഴിച്ചു. നല്ല പിസ്സയായിരുന്നു. അതായത് സാധനങ്ങളെല്ലാം ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിസ്സ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പം ആദ്യം ബില്ല് പേ ചെയ്തിട്ട് അടുത്തൊരു ട്രേ ഉണ്ട്, അവിടോട്ട് തന്നെ വെക്കണം. അതായത് ബാഗില്ലാതെ. അപ്പം അതിനകത്തും ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഡബിൾ ചെക്കിങ് പോലെ. നമ്മളിവിടെ അവോക്കാഡോ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലിനേക്കാളും നല്ലത് അവോക്കാഡോ ഓയിലാന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ട്, ഇത് നമ്മുടെ സാലഡ് ഡ്രസ്സിങ് ആണ്. പിന്നെ അസ്പാരഗസ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ട്രൈ ചെയ്യാത്ത സാധനങ്ങളെല്ലാം കുറേ ട്രൈ ചെയ്യാം. പിന്നെ സീഡ്ലെസ് ഇത് നമ്മുടെ ചെറി കണ്ടോ, നമ്മുടെ അവിടെ റെഡ് കളറിൽ, നല്ല മെറൂൺ കളറിലിരിക്കുന്നു ചെറിയും ഗ്രേപ്സൊക്കെ കോട്ടൺ ക്യാൻഡി പോലും, അത്ര നല്ല ഗ്രേപ്സാണ്. പിന്നെ ബീഫ്, പോർക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സ്ട്രോബെറി ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര രസമുണ്ട്. അതിൻ്റെ സൈസ് ജംബോ സ്ട്രോബെറീസ് എന്നൊക്കെ പറയാം, അതുപോലെ കേട്ടോ. അതുപോലെ നമ്മുടെ സോൾട്ടഡ് കാഷ്യൂ നട്ട്സ്, അത് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ കുറേ സാധനം. പിന്നെ ബനാന ഞാൻ പറഞ്ഞില്ലേ ഓരോന്നോരോന്ന് എടുക്കുന്നത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ നമ്മുടെ അന്ന് കഴിച്ച കമ്പിളി നാരങ്ങ പോലത്തെ കാര ഓറഞ്ച്, പിന്നെ ചെറിയ ബേബി ഓറഞ്ചസ്. പിന്നെ സുഷി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആദ്യം സുഷി ട്രൈ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞാൻ കാൺപൂർ വെച്ച് ട്രൈ ചെയ്തു. കുഴപ്പമില്ലാന്നേ ഉള്ളൂ. അങ്ങനെ വലിയ എനിക്ക് അത്ര ഇഷ്ടവും അല്ല, അത്ര ഇഷ്ടമില്ലായകയില്ല.
അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ച് അവിടെ ഞങ്ങൾ ഓരോ പീസ് ഇവിടെ സ്ലൈസ് ചെയ്ത് പിസ്സ കിട്ടും കേട്ടോ. നമ്മളിവിടെ ഒരു പിസ്സ ഫുള്ളായിട്ടല്ലേ നമ്മുടെ അവിടെ കിട്ടുന്നത്, ഇവിടെ സ്ലൈസ് ചെയ്തിട്ട് പിസ്സ കിട്ടും. അങ്ങനെ പെപ്പറോണി പിസ്സ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ പീസ് പിസ്സയും ഒരു സ്പ്രൈറ്റും ഒക്കെ കുടിച്ചു. ജസ്റ്റ് കുറേ നേരം അവിടെ നിന്ന് തളർന്ന്, കാരണം അതിനൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. ഇത്രയും വലിയൊരു പീസാണ്, ഒരു സ്ലൈസാണ് കേട്ടോ കിട്ടുന്നത്. ഫ്രഷ് ഫ്ലവർ കാണുമ്പോൾ പിന്നെ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.